ഓക്കെ, പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ ഇതൊരു തേർഡ് ടെക്നിക്സ് ആണ്. അനലൈസിസ്, ന്യൂക്ലിയർ അനലൈസിസിൽ ഒരു തേർഡ് ടെക്നിക്സ്, ന്യൂക്ലിയർ എലമെൻ്റൽ അനലൈസിസ് തേർഡ് ടെക്നിക്സ്. അപ്പോൾ ഇതിൽ ഞാൻ പിക്സ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു മോസ്റ്റ് പവർഫുള്ളും പിന്നെ അധികം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ്. 1912 ചാഡ്വിക് ഒരു അതായത് ഒരു ഈ പ്രോസസ്സിൽ എക്സ്റേ വന്നിട്ട് എമിറ്റ് ആകുന്നത് കണ്ടുപിടിച്ചു. പിന്നെ മോസ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1913 അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ട്രാൻസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ പിന്നെ മെറ്റീരിയൽ ഇസ് ബോmbarded വിത്ത് എനർജറ്റിക് ചാർജ് പാർട്ടിക്കിൾ. എനർജറ്റിക് ചാർജ് പാർട്ടിക്കിൾ ആർ ഫോട്ടോൺ ആർ പോസിറ്റീവ് അയോൺ ആർ പ്രോട്ടോൺ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ ഒരു മെറ്റീരിയലോ ഒരു സാമ്പിളോ ഒരു എലമെൻറ്റിലോ നമ്മൾ ബോmbard ചെയ്യുമ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ അയോണൈസേഷൻ നടക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പാർട്ടിക്കിൾ ഒന്ന് ഇലക്ട്രോൺ, അതായത് ഒരു സാമ്പിളിലുള്ള ഇലക്ട്രോണും പിന്നെ പോസിറ്റീവ് അയോണും സെപ്പറേറ്റ് ആകും. ഇതിന് നമ്മൾ അയോണൈസേഷൻ എന്ന് പറയാം. ഇലക്ട്രോൺ, അപ്പോൾ ദ റിസൾട്ട് വേക്കൻസി ഇൻ അറ്റോമിക് ഷെൽ ഇൻവോൾവ് ഇൻ ദ ഇൻറ്ററാക്ഷൻ എലക്ട്രോൺസ് ഫ്രം ഹയർ ഷെൽ മേക്ക് എ ട്രാൻസിഷൻ. അപ്പോൾ ആ സമയത്ത് എന്താകും, ഇലക്ട്രോൺ ട്രാൻസിഷനും നടക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ബോmbard ചെയ്തിട്ട് അതായത് കെ ഷെൽ, ഒരു ആറ്റത്തിലുള്ള ഷെൽ, കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കും. അതായത് ഇലക്ട്രോൺ ഒന്ന് ആ സ്ഥലത്ത് നിന്ന് വെളിയിൽ പോകും. അതാണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ. അങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു എനർജി വന്ന് എന്താണ്, ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി തൊട്ടടുത്തുള്ള ഇലക്ട്രോണിന് അത് ട്രാൻസ്ഫർ ആകും. അതിന് നമ്മൾ ഈ പ്രോസസ്സിന് എന്താ പറയുക, ഓഗർ എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് നടക്കുന്നത് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനിലാണ്. സോ റേഡിയേറ്റീവ് ട്രാൻസിഷനിൽ എക്സസ് എനർജി ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് എക്സ്റേ. അപ്പോൾ നമുക്ക് എക്സസ് എനർജി ഒരു എക്സ്റേ ആയിട്ട് ഫോം ആകുന്നുണ്ട്. അത് h = E1 - E2. അപ്പോൾ ഇതിൽ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അപ്പോൾ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, പിന്നെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു ഇൻസിഡൻറ്റ് ഫോട്ടാൺ ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോണിൽ ബോmbard ചെയ്യുമ്പോൾ, അതായത് ഇത് ആറ്റം എന്ന് പറയുക, അപ്പോൾ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൽ ഇത് ബോmbard ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ വന്നിട്ട് ഗോൺ, അതായത് വെളിയിൽ പോവും. പിന്നെ ആ സമയത്ത് ഒരു എനർജി റിലീസാകും, തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ അത് അബ്സോർവ് ചെയ്യും. സോ ഇത് ഇൻസിഡൻറ്റ് പ്രോട്ടോൺ. ഇവിടെ ഒരു എനർജി, അപ്പോൾ കുറച്ച്, അതായത് സം എനർജീസ് തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ വന്ന് സം എനർജി വന്ന് അബ്സോർവ് ചെയ്യും. കുറച്ച് എനർജി വന്നിട്ട് നമുക്ക് എന്താകും, എക്സ്റേ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ആകും. സോ ഇതിൻ്റെ അതായത് നമ്മൾ ഇതൊക്കെ എന്താണ്, കെ ഷെല്ല് പിന്നെ എൽ ഷെല്ല്. അപ്പോൾ ഇതിൽ സബ്ഷെൽസ് ഉണ്ട്. കെൻ്റെ സബ്ഷെൽ, അതായത് ഇലക്ട്രോൺ എമിറ്റ് ആകുന്ന സബ്ഷെൽസ്. ഇൻ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഷെൽ from which the electron has been removed from the atom as a result of the ionization. നമ്മൾ ആദ്യം പറഞ്ഞില്ല, അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ആകുന്ന ഷെല്ല്, അപ്പോൾ അതെന്തായിരിക്കും, കെ ആയിരിക്കാം, എൽ ആയിരിക്കാം, എം ആയിരിക്കാം, ഇത് വേണമെങ്കിൽ ആയിരിക്കാം. ട്രാൻസിഷൻ ടു ദ കെ ഷെൽ റിസൾട്ട് ഇൻ കെ എക്സ്റേസ് എന്ന് പറയും. അപ്പോൾ കെ ഷെല്ലിൽ നടക്കുന്ന എക്സ്റേ എമിഷൻ ആണ് കെ എക്സ്റേ, പിന്നെ എല്ലിൽ നടന്ന എൽ എക്സ്റേ, അങ്ങനെ പോവാം. അപ്പോൾ ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കെ ആൽഫ ബീറ്റ എന്ന സബ്ഷെൽ, കെ ബീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്ഷെൽ, അതേപോലെ എൽ ബീറ്റ എൽ ആൽഫ എന്ന് പറഞ്ഞാൽ എൽ സെല്ലിൻ്റെ സബ്ഷെൽ. ദ എനർജീസ് ഓഫ് ദ എമിറ്റഡ് എക്സ്റേസ് ഡിറ്റക്റ്റഡ് ബൈ ഷൂട്ടബിൾ. അപ്പോൾ നമുക്കൊരു എക്സ്റേ എമിറ്റ് ആകുന്നുണ്ട്, ഒരു എനർജി ക്രിയേറ്റ് ആകുന്നത്, അത് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ചാർജ് എന്ന് പറയാം. അപ്പോൾ ഇത് എക്സ്റേ അതായത് എമിറ്റ് ആകുന്ന എക്സ്റേ നമ്മൾ ഇത് വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സിലിക്കാൺ ലിത്തിയം SiL ഇത് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എമിറ്റ് ആകുന്ന എക്സ്റേ. അപ്പോൾ ദ എനർജീസ് ഓഫ് എമിറ്റഡ് എക്സ്റേ ഡിറ്റക്റ്റഡ് ബൈ ഷൂട്ടബിൾ എക്സ്റേ ഡിറ്റക്ടറാണ് സിലിക്കാൺ ലിത്തിയം. ഗിവ് ഇൻഫർമേഷൻ ഓൺ ദ വേരിയസ് എലമെൻറ്റ്. അപ്പോൾ അത് തരുന്ന ഇൻഫർമേഷൻ വേരിയസ് എലമെൻറ്റ് പ്രസൻറ്റ് ഓൺ ദ മെറ്റീരിയൽ. അപ്പോൾ വേരിയസ് എലമെൻറ്റ് പ്രസൻറ്റ് ഓൺ ദ മെറ്റീരിയൽ, നമ്മൾ എക്സ്റേ വെച്ചിട്ട് വേരിയസ് എലമെൻറ്റ് പ്രസൻറ്റ് എന്ന മെറ്റീരിയലിനെ കണ്ടുപിടിച്ച് അത് ക്വാളിറ്റേറ്റീവ് അനലൈസിസും പർട്ടിക്കുലർ ആ എലമെൻറ്റ് മെറ്റീരിയലുള്ള പർട്ടിക്കുലർ നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റ് അതിൻ്റെ പെർസെൻറ്റേജ്, അതായത് എക്സസ് എലമെൻറ്റ് ഓർ കോൺസെൻട്രേഷൻ എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് എന്ന് പറയാം. ഫുള്ളും കണ്ടുപിടിച്ചാൽ അത് ക്വാളിറ്റേറ്റീവ് അനലൈസിസ്, അതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസ്.
ഒന്ന് മാത്രം എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് വന്നിട്ട് മൊത്തം അനലൈസ് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവും ഇത് ഒന്ന് മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് അത് മൊത്തം അനലൈസ് ചെയ്ത ക്വാളിറ്റേറ്റീവും ഒന്ന് മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് അത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. സോ ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ ഇതിൽ NI ഡിഫ്യൂസർ, നിക്കൽ ഡിഫ്യൂസർ ഉണ്ട്, പിന്നെ ഇൻസിഡൻറ്റ് പ്രോട്ടാൺ ബീമും, പിന്നെ കോളിമേറ്റർ, ടാർഗറ്റ്, പിന്നെ SILI ഡിറ്റക്ടർ, ഇതൊരു ഡിറ്റക്ടറാണ്, പിന്നെ മോണിറ്റർ ഡിറ്റക്ടർ ഒന്നുണ്ട്, പിന്നെ ഫാരഡേ കപ്പ്. അതായത് ഇവിടെ നിന്ന് ആക്സലറേറ്റ് ആയി വരുന്ന എന്താണ് ഇൻസിഡൻറ്റ് പ്രോട്ടാൺ ബീം ഈ നിക്കൽ ഡിഫ്യൂസർ അതിൽ ടച്ച് ആവും. അപ്പോൾ വാൻ ഡി ഗ്രാഫ് പെലട്രോൺ എന്ന് പറഞ്ഞാൽ ഇത് ആക്സലറേഷൻ, അത് പ്രോട്ടോൺ ആക്സലറേറ്റ് ചെയ്യാൻ ഇത് യൂസ് ആകുന്നുണ്ട്. നിക്കൽ NI ഡിഫ്യൂസർ ഫോയിൽ കപ്പിൾഡ് വിത്ത് സെറ്റ് ഓഫ് കോളിമീറ്റർ ഫോർ ഗെറ്റിംഗ് എ യൂണിഫോം ബീം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ നിക്കൽ ഡിഫ്യൂസറും പിന്നെ കോളിമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിഫോം റേ വന്നിട്ട് നമുക്ക് അയക്കാനാണ് ഇത് യൂസ് ആകുന്നത്. സോ ഇറ്റ് ഈസ് ടാർഗറ്റ്, ഇത് എ ടാർഗറ്റ്. അപ്പോൾ ഈ ബീം ഇതിൽ പോയി ബമ്പാർഡ് ചെയ്യും. അങ്ങനെ ബമ്പാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്സ്റേ കിട്ടും. ആ എക്സ്റേയെ സിലിക്കൺ ലിത്തിയം ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഡിറ്റക്ടർ എമിറ്റ് എടുത്ത് എക്സ്റേ ഫ്രം ദ ടാർഗറ്റ്. സോ ഡേറ്റ അക്വിസിഷൻ ആൻഡ് അനലൈസിസ് സിസ്റ്റം ഫാരഡേ കപ്പ് ഫോർ ഇൻസിഡൻറ്റ് ബീം ചാർജ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ വരുന്ന ഇൻസിഡൻറ്റ് ചാർജ് ഒന്ന് വന്നിട്ട് എക്സ്റേ എമിറ്റ് ആകും, ഒന്ന് ഇൻസിഡൻറ്റ് ചാർജ് എമിഷൻ നടക്കും. അപ്പോൾ ഇൻസിഡൻറ്റ് ചാർജിനെ ഈ മോണിറ്റർ ഡിറ്റക്ടർ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ ഫാരഡേ കപ്പിൽ വന്നിട്ട് അയക്കും. സോ അതിൽ ഫാരഡേ കപ്പിൽ നമ്മൾ അതിൻ്റെ ചാർജ് മെഷർമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് വന്നിട്ട് ഈ ചാമ്പറിൻ്റെ ഈ ചാമ്പർ, അതായത് ഇതാണ് ചാമ്പർ. അപ്പോൾ ഈ ചാമ്പർ ഇവാക്വേഷൻ്റെ ടോർ പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ 10⁻⁻⁶ ടോർ. വൈ നിക്കൽ ഡിഫ്യൂസ് ഫോയിൽ? നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് അതിന് നമ്മൾ യൂസ് ചെയ്യുക. അതർവൈസ് ടാർഗറ്റ് ഷുഡ് ബി എ യൂണിഫോം തിക്നെസ്. സോ ടാർഗറ്റ് ഷുഡ് ബി യൂണിഫോം തിക്നെസ് ആയിരിക്കണം. ഇൻസിഡൻറ്റ് ബീം ഷുഡ് ബി ഓഫ് യൂണിഫോം ഇൻറ്റൻസിറ്റി അക്രോസ് ഇസ് ക്രോസ് സെക്ഷൻ ഓർ ബോത്ത്. പിന്നെ ടാർഗറ്റ് യൂഷ്വലി തിൻ ടാർഗറ്റ് ഹാവിങ് thickness of around 100 μg per cm² are preferred. In this case, protons lose only a very small amount of energy inside the target. അപ്പോൾ ഈ പ്രോട്ടോൺ എനർജി ലോസ് ആകുന്നുണ്ട്. അപ്പോൾ തിക്നെസ് കുറവായ അത് വന്നിട്ട് തിക്നെസ് കുറവ് മീൻസ് ഈ പാരാമീറ്ററിൽ തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എനർജി ലോസസ് കുറവാകും. കോമൺലി യൂസ്ഡ്, അതായത് ഈ ടാർഗറ്റ് പ്രിപ്പയർ ആണിത്. അപ്പോൾ കോമൺലി യൂസ്ഡ് ബാക്കിംഗ് ആർ മൈലാർ, കാപ്റ്റാൻ, കാർബൺ, ഫോംവെർ, ന്യൂക്ലിയോപോർ, ഫിൽറ്റർ പേപ്പർ ആൻഡ് ലിക്വിഡ് സാമ്പിൾസ്. ഇതൊക്കെ നമ്മൾ ടാർഗറ്റായിട്ട് ഉപയോഗിക്കുക. ഡ്രൈഡ് സാമ്പിൾ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ബി 2 to 3 mm ഇൻ ദ സൈഡ്സ്. സോ ദ ഡിഡക്ഷൻ. അപ്പോൾ ഇത് ഡിഡക്ഷൻ നടക്കുന്നത് നമ്പർ ഓഫ് എക്സ്റേസ്. അപ്പോൾ എക്സ്റേ ഡിഡക്ഷൻ നടക്കുന്നത് ബേസ്ഡ് ഓൺ ദിസ് ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾ അതായത് NISI നിക്കൽ സിലിക്കൺ ഡിറ്റക്ടറിൽ സിലിക്കൺ ലിത്തിയം SILI അതിൽ നടക്കുന്ന അതല്ലേ SILI സിലിക്കൺ ലിത്തിയം. അപ്പോൾ അതിൽ നടക്കുന്ന, അതായത് അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന എക്സ്റേ വെച്ചിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് മൾട്ടി എലമെൻ്റൽ നേച്ചർ, ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് നേച്ചർ. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ, ദ ഫിക്സ് ടെക്നിക്സ് ഇസ് ലിമിറ്റഡ് ടു എലമെൻറ്റ് വിത്ത് Z ഗ്രേറ്റർ ദാൻ 14. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. എക്സ്ട്രീം കെയർ, ടാർഗറ്റ് പ്രിപ്പറേഷനാണ് ഇതിൻ്റെ നമ്മൾ കെയർ ചെയ്യേണ്ടി വരുന്നത്. സോ ഇതിൻ്റെ ഫിക്സ് ആപ്ലിക്കേഷൻസ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് വാട്ടർ സാമ്പിൾസ്, അതായത് അതിൽ ടോക്സിക് എലമെൻറ്റ് അതിന് നമ്മൾ കണ്ടുപിടിക്കാം. അത് ടോക്സിക് ആയിട്ടുണ്ട്. അതായത് ട്രേസ് എലമെൻറ്റ് പറഞ്ഞാൽ ഏത് എലമെൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോർമലി ഉള്ള എലമെൻറ്റ് അതിൻ്റെ വാല്യൂ ഒന്ന് കൂടുതലായ അത് എന്താകും, അതൊരു പോയിസണേറ്റ് ആകും. ഇല്ല, അപ്പോൾ അങ്ങനത്തെ, അതായത് വാട്ടറിൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വന്ന് വാട്ടറിൽ മിക്സ് ആകുമ്പോൾ അത് അതിൻ്റെ ഒരു നോർമൽ സ്റ്റേജിൽ നിന്ന് അത് ചേഞ്ച് ആകും. ആ ചേഞ്ച് ആകുന്നത് നമ്മൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് വാട്ടർ എന്ന് വെച്ചാൽ റിവർ വാട്ടർ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൽ തന്നിട്ടുള്ളത്. സോ വാട്ടർ സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക്
അതിൻ്റെ ട്രേസ് എലമെൻറ്റ് നമുക്ക് ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഹ്യൂമൻ ഹെയർ സാമ്പിൾ. അപ്പോൾ ഹ്യൂമൻ ഹെയർ സാമ്പിൾസിൽ അതായത് ഹ്യൂമൻ ഹെയറിൽ എന്തൊക്കെ എലമെൻറ്റ് ഉണ്ടോ അതിന് അത് ഹ്യൂമൻ ഹെയർ നമ്മൾ ബമ്പാർഡ് ചെയ്ത് കിട്ടുന്ന റേഡിയേഷനെ വെച്ചിട്ടും നമുക്ക് ഈ ട്രേസ് എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹെയർ ഇസ് എ മോസ്റ്റ് ഈസിലി അവൈലബിൾ ബയോളജിക്കൽ സാമ്പിൾ. അപ്പോൾ നമ്മൾ അതായത് ഇത് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനലിസിസ് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവും ചെയ്യാൻ പറ്റും. അതായത് ഒരു മുടിയിലുള്ള ഒരു എലമെൻറ്റിന് മാത്രം ചെയ്യാൻ പറ്റും, ഇല്ല മൊത്തം എലമെൻറ്റിനും ചെയ്യാൻ പറ്റും. അതേപോലെ ഒരാളുടെ ഹെഡിലുള്ള പല പ്ലേസസിലുള്ള മുടിനെടുത്ത് നമുക്ക് അനലൈസിസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ വേറെ ആളുടെ ഹെഡിലുള്ള മുടിനെടുത്തിട്ട് നമുക്ക് അനലൈസിസ് ചെയ്യാൻ പറ്റും. ഇത് ഹ്യൂമൻ ഹെയർ അനലൈസിസ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫോറൻസിക് സാമ്പിൾ. അപ്പോൾ ഫോറൻസിക് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഫോറൻസിക്സ് ലാബിൽ അതിൽ ഈ ക്രൈമിൽ ഇൻവോൾവ് ആയ ഒരാളുടെയോ അല്ലെങ്കിൽ ക്രൈമിൽ കൊല്ലപ്പെട്ട ഒരു നമ്പറിൻ്റെയോ അതിൻ്റെ ഒരു സാമ്പിൾസിനെ എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു എക്സാമ്പിളിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗൺ ഷോട്ട് ഫയറിങ് ഇൻ ദിസ് കേസ് ഒരു ഗൺ ഷോട്ട് ഫയറിങ് ആയ ഒരാളുടെ ഒരു സാമ്പിൾസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളിൽ എന്തായിരിക്കും, ഈ ഗണ്ണിൻ്റെ ഹോൾ, അതായത് ഗണ്ണ് എത്ര ഡീപ്പിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഗൺ ഷൂട്ട് ചെയ്ത ആളുടെ ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് കെമിക്കലിനെ വെച്ച് ഏത് ഗൺ പൗഡറാണ് അവർ ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ സം ഓഫ് ദ ഡെപ്പോസിറ്റ് ആർ ദ ബുള്ളറ്റ് ഹോൾ ഓൺ ദ ബോഡി ഇൻ ദ വിക്ടിം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അനലൈസിസ് ഓഫ് ദ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് എലമെൻറ്റ് ആൻറ്റിമണി, ബേരിയം, കോപ്പർ, ലെഡ് ആൻഡ് അയൺ. The non-destructive nature of the PICS technique became handy in such analysis. So ഇതിൽ നമ്മൾ ഫോറൻസിക് സയൻസിൽ മെയിനായിട്ട് യൂസ് ആകുന്നുണ്ട്. അതേപോലെ വാട്ടർ സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹ്യൂമൻ ബോഡി, അത് ഹ്യൂമൻ ഇതിൽ തന്നിട്ടുള്ളത് ഹെയർ, അത് വെച്ചിട്ട് നമുക്ക് ഈ സാമ്പിൾ ടോക്സിക് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ട്രേസ് എലമെൻറ്റ് ഏത് എലമെൻറ്റാണ് എക്സസ് ആയിട്ട് ഉണ്ടോ അത് നമുക്ക് വെച്ചിട്ട് അതിൻ്റെ നോർമൽ സ്റ്റേജും പിന്നെ എക്സസ് എലമെൻറ്റ് സ്റ്റേജും, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിൽ ഒരു പാർട്ടിക്കിൾ ബോംബാർഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന റേഡിയേഷനെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.